മക്കളെ എല്ലാവർക്കും വെൽക്കം ടു എജുപോഡ്. നിങ്ങൾ ഇന്നത്തെ എക്സാം ഒക്കെ തകർത്ത് എഴുതി വന്നിരിക്കായിരിക്കും എന്ന് മിസ്സിന് അറിയാം. നമുക്ക് ഇന്ത്യ എക്സാം ആണ് അടുത്തത് വരുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പ്രഡിക്ഷൻ വീഡിയോ എവിടെ, പ്രഡിക്ഷൻ എന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നോ. മിസ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഹിന്ദിയിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിന്റെ പ്രഡിക്ഷനും ആയിട്ടാണ്. നമ്മൾ നോക്കിയാലോ, നമുക്ക് ടോട്ടൽ ചാപ്റ്റേഴ്സിൽ നിന്നും വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. നോക്കിയോടാ, എല്ലാരും തകർത്ത് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ. നമ്മുടെ ലാസ്റ്റ് സ്റ്റേജ് ആണ് എക്സാമിന്റെ അല്ലെ, ലാസ്റ്റ് സ്റ്റേജ് ആണ്. എല്ലാം പഠിച്ച് ക്ലിയർ ആയിട്ട് നിങ്ങൾ ഇരിക്കണം. ഓക്കെ അല്ലേ മിസ്? ലാസ്റ്റ് ടൈമിൽ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞു തരുന്നത്. നോക്കിയോ, എന്താണ് നിങ്ങൾക്ക് മേ ബി വരാൻ ചാൻസ് ഉള്ള ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഡയറി എഴുതാൻ. ആരുടെ ഡയറി എനിക്ക് ചോദിക്കാം? ജഡ്പട്ടിന്റെ അല്ലെങ്കിൽ നട്ട്കട്ടിന്റെ. നമ്മുടെ ജഡ്പട്ട് ഓർ നട്ട്കട്ട് എന്ന ചാപ്റ്റർ ഓർമ്മയില്ലേ? ആ ചാപ്റ്ററിൽ നിന്ന് ഈ രണ്ടു പേരുടെ ഏതെങ്കിലും ഒരാളുടെ ഡയറി നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ ആണല്ലോ? ഡയറി ക്വസ്റ്റ്യൻ ഷുവർ ആണ് ഡയറി വരും. പിന്നെ എന്താണ് അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ബാത്ചീത്ത് ലിഖേ. ബാത്ചീത്ത് എന്താണ്? കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ വരാം. ഈ സെയിം ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് കോൺവെർസേഷൻ വരാൻ ആര് തമ്മിലുള്ളതായിരിക്കുമെന്ന് അറിയാവോ നിങ്ങൾക്ക് വരുന്നത്? ആര് തമ്മിലുള്ള ബാത്ചീത്താണ്? അമ്മയും അവര് നട്ട്കട്ടോ ചട്പട്ടോ അവരാരെങ്കിലും രണ്ടുപേര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ വരാം. ഡയറി പോലെ തന്നെയാണ്. ചിലപ്പോ അമ്മയും ജഡ്പട്ടും ആവാം, അല്ലെങ്കിൽ അമ്മയും നട്ട്കട്ടും ആവാം. രണ്ടാളുടെയും പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? കോൺവെർസേഷനും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെടാ. പിന്നെന്താണ്? നട്ട്കട്ട് കി ചരിത്രഗത് ടിപ്പണി, ക്യാരക്ടർ സ്കെച്ചാ ചോദിച്ചിരിക്കുന്നത്. അതും നിങ്ങൾക്ക് നട്ട്കട്ടിനെ കുറിച്ചിട്ടാവാം, അല്ലെങ്കിൽ ജഡ്പട്ടിനെ കുറിച്ചിട്ടാവാം. രണ്ട് ക്യാരക്ടേഴ്സും ഉണ്ട്. രണ്ടാളെ കുറിച്ചിട്ടും നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിഞ്ഞിട്ട് വരാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് എന്താണ്? स्कूल में बधाई समारोह को रहा है, इसके लिए പോസ്റ്റർ തയ്യാർ കരേ. ബധായി സമാരോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദരിക്കലാണ്. അപ്പൊ നമ്മുടെ ആദരിക്കൽ ഏത് ചാപ്റ്ററിൽ നിന്നാണ്? സെയിം ജഡ്പട്ടിന്റെ ചാപ്റ്ററിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വരിക. അതായത് ചെറിയ നട്ട്കട്ടിന്റെ ജീവിതം രക്ഷിച്ചു ജഡ്പട്ട്. അപ്പം അവനെ ആദരിച്ചുകൊണ്ട് സ്കൂളിൽ ഒരു ആദരിക്കൽ ചടങ്ങ് നടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോസ്റ്റർ ചോദിക്കാം അല്ലേ? ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പോസ്റ്റർ വരികയാണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. ഓക്കെ അല്ലേ? ഒരു ആദരിക്കൽ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റർ ആണ് ഏറ്റവും കൂടുതൽ ചാൻസ്. യെസ്, ക്ലിയർ ആണ്. നെക്സ്റ്റ് എന്താണ്? ബഹുദിനോം കെ ബാദ് നാമക് കവിത കാ ടിപ്പണി. നിങ്ങൾ രണ്ട് കവിതയാ പഠിച്ചിരിക്കുന്നത്. ഏതാണ്? ഫൂൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയും പഠിച്ചു, ബഹുദിനോം കെ ബാദ്. രണ്ട് കവിതകളാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ആ രണ്ട് കവിതയുടെയും ടിപ്പണി നിങ്ങൾ പഠിച്ചു വെച്ചോ. ഏതെങ്കിലും ഒരു കവിതയുടെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ടിപ്പണി വരും. മിസ്സാണ് പറയുന്നത്, ടിപ്പണി രണ്ടെണ്ണവും നിങ്ങൾ നന്നാക്കി പഠിച്ചു വെച്ചോ. ഏതെങ്കിലും ഒരെണ്ണം ഷുവർ ആണ് കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ്? നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ്. നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ തന്നിട്ട് നിങ്ങളുടെ അടുത്ത് മാർക്ക് ചെയ്ത് പോകാൻ പറയും. ശരിയായിട്ടുള്ളത് കണ്ടുപിടിച്ചിട്ട് ഒരെണ്ണം എഴുതാൻ പറയും. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ബഹുദിനോം കെ ബാദ് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിൽ നിന്നാണ്. ആ കവിതയിലായിരുന്നു കവി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കവി കണ്ടതും കേട്ടതും സംസാരിച്ചതും സ്മെല്ല് എല്ലാം സ്പർശിച്ചതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ കവിതയിൽ നിന്നിട്ടാണ് നിങ്ങൾക്ക് ഉള്ളത്. അപ്പം മിക്കവാറും ക്വസ്റ്റ്യൻ വരുന്നത് മക്കളെ MCQ, അതായത് ഓപ്ഷൻസ് തന്നിട്ട് കറക്റ്റ് ചൂസ് ചെയ്യാനുള്ളത് ആ ചാപ്റ്ററിൽ നിന്നായിരിക്കും. ബഹുദിനോം കെ ബാദ് എന്ന് പറഞ്ഞിട്ടുള്ള കവിത മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കണ്ടത്? ദേഖ്. എന്താണ് കേട്ടത്? സുന. പിന്നെയോ എന്താണ് അനുഭവിച്ചത്? എന്താണ് സ്മെല്ല് ചെയ്തത് എന്നുള്ളതൊക്കെ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കഴിച്ചതോ എന്താണ് കുടിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്പർശിച്ചതും എല്ലാം മിസ് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആ ചാപ്റ്ററിൽ നിന്നാണ് നിങ്ങൾക്ക് MCQ മാർക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരാൻ ചാൻസ്. ഓക്കെ അല്ലേടാ? നെക്സ്റ്റ് എന്താണ്? ആശയവാലി പംക്തിയാം കവിതാംശുസേ ചുൻകർ ലിഖേ. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് രണ്ട് കവിതയാണ് മിസ് പറഞ്ഞു ഓൾറെഡി, ബഹുദിനോം കെ ബാദും ഫൂലുമാണ്. ആ രണ്ട് കവിതയിലെ കുറച്ച് വരികൾ തരും. കവിതകളുടെ വരികൾ നിങ്ങൾക്ക് ഇങ്ങനെ തരും. എന്നിട്ട് അതിൽ നിന്നും ക്വസ്റ്റ്യൻ വരും. അങ്ങനെ വരാറുണ്ടല്ലോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഷുവർ ആണ്. രണ്ട് കവിതയിൽ നിന്നും പ്രതീക്ഷിച്ചോ. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് എന്ത് പറയും? ആശയവാലി പംക്തിയാം കവിതാംശുസേ ചുൻകർ ലിഖേ. എന്താണ്? നിങ്ങൾക്ക് ഒരു ആശയം തരും. ആശയം തന്നിട്ട് ആ ആശയം വരുന്ന വരി അതിൽ നിന്ന് കണ്ടെത്തി എഴുതാൻ പറയും. ഷുവർ ആണ് മക്കളെ. കവിതയുടെ ഒരു 6 ലൈൻസ് തരും. ആ ലൈൻസ് തന്നിട്ട് അതിന്റെ താഴത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഒരർത്ഥം തരും. ഇങ്ങനെ ഒരു അർത്ഥം നിങ്ങൾക്ക് എഴുതിയിട്ട് അത് ബോക്സിലാക്കിയിട്ട് തരും.
ഓക്കെ അല്ലേ? ഒരർത്ഥം തന്ന് ബോക്സിലാക്കി തരും. ആ അർത്ഥം വരുന്ന വരി ഇതിൽ നിന്നും കണ്ടെത്തി എഴുതാൻ പറയും. വരി, അപ്പൊ ഒരു വരി എടുത്തിട്ട് നിങ്ങൾ എഴുതുക. 2 കവിതകളാണ്, രണ്ടിൽ നിന്നും വരാൻ നല്ല നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ എന്താടാ പറഞ്ഞിരിക്കുന്നത്? വാക്യ വിസ്താർ കരേം എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്താണ് വാക്യ വിസ്താർ കരേം? നമ്മൾ എന്താണ് വേർഡ് പിരമിഡിലായിരുന്നോ? വാക്യ പിരമിഡ് പൂർത്തി കരേ എന്ന് പറഞ്ഞിട്ട് എല്ലാ വട്ടവും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈ വട്ടം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. വാക്യ വിസ്താർ കരേം, വാക്യത്തിനെ വിസ്തരിച്ച് വിസ്തരിച്ച് വലുതാക്കി എഴുതുക. അതായത് വേർഡ് പിരമിഡ് തന്നെ, പക്ഷെ ക്വസ്റ്റ്യനിൽ വിസ്താർ കരേം എന്ന് പറഞ്ഞ വേർഡാണ് കാണുക. ഓക്കെ അല്ലേ? ഷുവർ ആയിട്ടും നിങ്ങൾക്ക് ഏത് ചാപ്റ്ററിൽ നിന്നും ആ ക്വസ്റ്റ്യൻ വരാം. വേർഡ് പിരമിഡ്, വാക്യ വിസ്താർ കരേം, ആ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ഏതിലെങ്കിൽ നിന്നും വരാം. ഇന്നതിൽ നിന്ന് മാത്രമേ വരൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാത്തിൽ നിന്നും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് വാക്യ വിസ്താർ കരേം. സെറ്റ് ആണല്ലോ? നെക്സ്റ്റ് എന്താടാ? ഷസ്തി അഥവാ ബ്ലർബ്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് മേ ബി ചോദിക്കാം, 2 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാം ബ്ലർബ് എന്താണെന്ന്. ഓക്കെ അല്ലേ? ബ്ലർബ് നമ്മുടെ ബൂട്ടി കാക്കി ചാപ്റ്ററിലുള്ളതായിരുന്നു. പിന്നെ എന്താണ്? विश्व बुजुर्ग दिवस के अवसर पर आपके स्कूल में बुजुर्ग का आदर कर रहे हैं, इसके लिए एक പോസ്റ്റർ തയ്യാർ കരേം. ഒരു പോസ്റ്റർ തയ്യാറാക്കാനാ പറഞ്ഞിരിക്കുന്നത്. ബൂട്ടി കാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണെടാ. എന്താണ്? വിശ്വ ബുജുർഗ് ദിവസ് എന്ന് പറഞ്ഞാൽ വയോജന ദിനമാണ്. പ്രായമായിട്ടുള്ളവരുടെ, വയസ്സായിട്ടുള്ളവരുടെ ദിവസമാണ്. അന്ന് നിങ്ങളുടെ സ്കൂളില് അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ വരും. നിങ്ങൾക്ക് ബൂട്ടി കാക്കിയിൽ നിന്ന് പോസ്റ്റർ ക്വസ്റ്റ്യൻ ചാൻസ് ഉള്ളത് ഇങ്ങനെയാണ്. സെറ്റ് ആണല്ലോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ബുജുർഗ് സംരക്ഷൺ പർ ടിപ്പണി, അതായത് പ്രായമായവരെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ടിപ്പണി, ഒരു ലഘുലേഖനവും മക്കൾക്ക് ചോദിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പ്രായമായിട്ടുള്ളവരുടെ എന്താണ്? അവരെ ആദരിക്കുന്ന പോസ്റ്റർ ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ലഘുലേഖനം ചോദിക്കാം. ഏതും ചോദിക്കാം ബൂട്ടി കാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന്. നെക്സ്റ്റ് എന്താണ്? സംഗീത് की सहायता से फरहाद की ചരിത്ര വിശേഷതാവോ. ഫർഹാദ്, നമ്മുടെ ഗർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ ക്യാരക്ടർ ആയിരുന്നു. ഫർഹാദിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കും. സങ്കേതോം കി സഹായത എന്ന് പറഞ്ഞിട്ട് എന്താണ്? നിങ്ങൾക്ക് തന്നിട്ടുള്ള പോയിന്റുകളുടെ സഹായത്താൽ നിങ്ങൾക്ക് ആ ചരിത്ര ടിപ്പണി എഴുതാൻ പറയുമ്പോൾ അതിന്റെ താഴെ താഴെ നിങ്ങൾക്ക് ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റുകൾ തരും. അതായത് ഫർഹാദിനെ കുറിച്ചിട്ടുള്ള പോയിന്റുകളായിരിക്കും അല്ലെ? നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ചാപ്റ്ററിൽ നിന്നാണ് അങ്ങനെ ചോദിക്കുന്നതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്യാരക്ടർ സ്കെച്ചിന്റെ ആദ്യം തന്നിട്ടുള്ള ഈ പോയിന്റുകൾ വായിക്കുക. വായിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അത് വലുതാക്കി എഴുതുക. ക്യാരക്ടർ സ്കെച്ച് അങ്ങനെയാ ചോദിക്കുക കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് പോയിന്റുകൾ തരും, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ. അപ്പൊ കുറച്ചുകൂടി എളുപ്പമാണ് എഴുതാൻ. ആ പോയിന്റുകൾ വലുതാക്കി എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ? ഷുവർ ആണ്? നിങ്ങൾക്ക് ഫർഹാദിന്റെ ക്യാരക്ടർ സ്കെച്ച് വരും. നെക്സ്റ്റ് എന്താടാ? ഫർഹാദ് കി ഡയറി, ഫർഹാദിന്റെ ഡയറി ചോദിക്കും. ആ വീട്ടിലുള്ള സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒരു ഡയറി മക്കൾക്ക് ചോദിക്കാം. നെക്സ്റ്റ് എന്താണ്? പ്രകൃതി സബ്കാ ഘർ ഹേ വിഷയ് പർ ലഘുലേഖ്, അതായത് പ്രകൃതിയെ കുറിച്ചിട്ട് ഒരു ലഘുലേഖനം തയ്യാറാക്കാൻ ക്വസ്റ്റ്യൻ വരും. ഷുവർ ആണ്. നിങ്ങൾ പഠിച്ചു വെച്ചോ, നന്നാക്കി പഠിച്ചു വെച്ചോ. പ്രകൃതി സംരക്ഷണം, പ്രകൃതിനെ മലിനമാക്കരുത്, എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഒരു ലേഖനം നിങ്ങൾക്ക് ചോദിക്കും. കൺഫേം ക്വസ്റ്റ്യൻ ആണ് മക്കളെ. നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചോളൂ. അടുത്ത എന്താണ്? വാർത്താ ലാബ് തയ്യാർ കരേം. ആര് തമ്മിലുള്ളതാണ്? ഗർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വാർത്താ ലാബ് വരും. ആര് തമ്മിലുള്ളതായിരിക്കും വരുന്നത്? മിസ് ഓൾറെഡി ഒരു വാർത്താ ലാബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് ചാപ്റ്റർ? നമ്മുടെ ജഡ്പട്ടിന്റെയും നഡ്കട്ടിന്റെയും ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കോൺവെർസേഷൻസ് ഒക്കെ മിസ് പറഞ്ഞു. ഇതും അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിപ്കലി, നമ്മുടെ പല്ലിയും ഓന്തും, ഗർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് കോൺവെർസേഷൻ വരാൻ നല്ല ചാൻസ് ഉണ്ടടാ. പിന്നെ വാക്യ പിരമിഡിന് പകരം മിസ് പറഞ്ഞിട്ടുണ്ട് എന്ത് ക്വസ്റ്റ്യനാ വരിക? വാക്യ വിസ്താർ എന്നാ വരിക. വാക്യ പിരമിഡ് കളഞ്ഞോളൂ. നിങ്ങൾക്ക് എന്ത് വരും? വിസ്താർ എന്ന ഒരു വേർഡാണ് ഇനി ചോദിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? പുൽ കവിത കി ആസ്വാദൻ ടിപ്പണി. ഫൂൽ എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ചാപ്റ്ററിൽ നിന്നുള്ള എന്താണ്? ആസ്വാദൻ ടിപ്പണി. 2 കവിതകളാണ്. രണ്ടിന്റെയും ആസ്വാദൻ ടിപ്പണി നിങ്ങൾ നന്നാക്കി പഠിച്ചു വെക്കടാ. ലാസ്റ്റ് ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു മോഡൽ, ഒരു പുതിയൊരു തരം ക്വസ്റ്റ്യൻ ആണ് മക്കൾ കാണുന്നത്. എന്താണ്? കവിതാംശ് കെ ആധാർ പർ ആശയ ലിഖേ. നിങ്ങൾക്ക് നിങ്ങളുടെ ചാപ്റ്ററിൽ നിന്നൊന്നുമല്ലാത്ത, നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു കവിത തരും. ഒരു കവിതയുടെ 5 വരി അല്ലെങ്കിൽ ഒരു 8 വരി മക്കൾക്ക് തരും. ആ വരി തന്നിട്ട് എന്ത് ചോദിക്കും? അതിന്റെ എന്ത് എഴുതാൻ പറയും? ആധാർ പർ ആശയ ലിഖേ. ആ കവിതയുടെ ആശയം, അതായത് ആ കവിതയുടെ ഒരു ലഘു ടിപ്പണി, ഓക്കെ അല്ലേ? ഒരു ആസ്വാദൻ ടിപ്പണി എഴുതാൻ തരും.
ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ചാപ്റ്ററിൽ നിന്ന് ഒന്നും ഇല്ലാത്ത ഒരു കവിത നിങ്ങൾക്ക് തരും, പുറമേ നിന്ന് വരും. ആ ഒരു കവിത തന്നിട്ട് കവിതയുടെ എന്തെഴുതാൻ പറയും, ആസ്വാദന ടിപ്പണി പറയും. 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് അല്ലേടാ? സെറ്റ് അല്ലേ? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇതേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സെറ്റ് ആണല്ലോ? ഇതെല്ലാം മക്കൾ നോക്കി വെച്ചോ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നന്നായി പഠിക്കടാ. ഓക്കെ, താങ്ക് യു.